അങ്കമാലിയിൽ കഴിഞ്ഞ ദിവസം ബഹുമാനായ MLA ഞങ്ങളെല്ലാം പങ്കെടുത്ത് മറ്റൊരു സ്ഥാപനത്തിന്റെ കല്ലിട്ടിരുന്നു. നമ്മുടെ കോവാക്സിനൊക്കെ നിർമ്മിച്ച പത്മഭൂഷൺ കിട്ടിയ ശ്രീ കൃഷ്ണ ഇള ഭാരത് ബയോടെക് അവരുടെ പുതിയ ഒരു ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് തെലക്കിനോട് ചേർന്നുള്ള KSIDC ഇൻഗൽ ലാൻഡിനകർ KSIDC ലാൻഡിൽ അതിന്റെ കല്ലിടൽ കർമ്മം ഞാൻ നിർവഹിക്കുകയുണ്ടായി. അവിടെ പുതിയ ലോജിസ്റ്റിക് പാർക്ക് മറ്റന്നാൾ കല്ലിടാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ പെരുമ്പാവൂര് 30 ഏക്കറിൽ കെയിൻസ് ടെക്നോളജി ഗുജറാത്തിൽ 3600 കോടിയുടെ സെമി കണ്ടക്ടർ ഫാക്ടറി ഇപ്പോൾ നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ പോകുന്ന അവരുടെ ഫ്ലെക്സിബിൾ PCB മാനുഫാക്ചറിംഗ് യൂണിറ്റ് 500 കോടി മുതൽ 600 കോടി വരെ നിക്ഷേപമുള്ളത് പെരുമ്പാവൂർ റയോൺസിന്റെ പഴയ ഭൂമി 30 ഏക്കറിൽ അതിന്റെ ലാൻഡ് കൈമാറി കഴിഞ്ഞു, പ്ലാൻ കഴിഞ്ഞു, തറക്കല്ലിടൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് വരികയാണ്. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ രാജശേഖരൻ, he looks like a Malayali today wearing the dhoti and other things. Mr. Rajashekaran, you are like a Malayali today wearing the dhoti and other things. അതുപോലെ തന്നെ ബഹുമാനായ MP ശ്രീ ബെന്നി ബെഹനാൻ, പ്രിയപ്പെട്ട MLA ശ്രീ റോജി ജോൺ, പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അവിഘ്ന ഫാമിലി മെമ്പേഴ്സ്, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യം തന്നെ അവിഘ്ന പാറക്കടവ് പഞ്ചായത്തിലെ ഈ വലിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. പാറക്കടവിലെ ആദ്യത്തെ വലിയൊരു സംവിധാനമാണ്. 5 ലക്ഷം സ്ക്വയർ ഫീറ്റ്, 5.5 ലക്ഷം സ്ക്വയർ ഫീറ്റ്. സന്തോഷകരമായ കാര്യം, ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും 1 മില്ലിമീറ്റർ പോലും ബാക്കിയില്ലാതെ മൊത്തം സ്ഥലവും അലോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയ കമ്പനികളെല്ലാം ഇത് എടുത്തു കഴിഞ്ഞു. അത് ഇപ്പൊ തന്നെ വിജയിച്ചു കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇനി നമുക്ക് അടുത്തത് എപ്പോഴാണ് തുടങ്ങാൻ പറ്റാന്ന് ചോദിച്ചു. സ്ഥലം കിട്ടിയാൽ ഉടൻ തുടങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് KSIDC നോക്കുന്നുണ്ട്. നിങ്ങൾ നല്ല സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്റ്റൻഷനായിട്ട് ഇത് തുടങ്ങാൻ കഴിയും. നല്ല രീതിയിലുള്ള മാറ്റമാണ് കേരളത്തിന്റെ വ്യവസായ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാറക്കടവ് പഞ്ചായത്തിൽ ഇത്രയും വലിയൊരു പദ്ധതി വരുമെന്ന് നിങ്ങളാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോ 2000 പേരോളം തൊഴിൽ കിട്ടുകയാണ്. ഒരു 30-40% ലോക്കലായ ആളുകളെ തന്നെ ഇവിടെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് പല ജോലികൾക്കായി. എല്ലാവരും ഒത്തുചേർന്ന് തന്നെ പഞ്ചായത്തും നല്ല പിന്തുണ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, നാട്ടുകാരും നൽകിയിട്ടുണ്ട്. അതിന് എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്ന ഗവൺമെന്റിന് വേണ്ടി. അങ്കമാലിയിൽ കഴിഞ്ഞ ദിവസം ബഹുമാനായ MLA ഞങ്ങളെല്ലാം പങ്കെടുത്ത് മറ്റൊരു സ്ഥാപനത്തിന്റെ കല്ലിട്ടിരുന്നു. നമ്മുടെ കോവാക്സിനൊക്കെ നിർമ്മിച്ച പത്മഭൂഷൺ കിട്ടിയ ശ്രീ കൃഷ്ണ ഇള ഭാരത് ബയോടെക് അവരുടെ പുതിയ ഒരു ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് തെലക്കിനോട് ചേർന്നുള്ള KSIDC ഇൻഗൽ ലാൻഡിനകർ KSIDC ലാൻഡിൽ അതിന്റെ കല്ലിടൽ കർമ്മം ഞാൻ നിർവഹിക്കുകയുണ്ടായി. ഇനിയിപ്പോ മറ്റന്നാൾ 6-ാം തീയതി ആലുവയിൽ ഏകദേശം ഇത്രയും തന്നെയുള്ള മറ്റൊരു ലോജിസ്റ്റിക് പാർക്ക് NDR ഗ്രൂപ്പ്, അവിടെ GTN ഒക്കെ നിന്നിരുന്ന സ്ഥലം, അവിടെ പുതിയ ലോജിസ്റ്റിക് പാർക്ക് മറ്റന്നാൾ കല്ലിടാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ പെരുമ്പാവൂര് 30 ഏക്കറിൽ കെയിൻസ് ടെക്നോളജി ഗുജറാത്തിൽ 3600 കോടിയുടെ സെമി കണ്ടക്ടർ ഫാക്ടറി ഇപ്പോൾ നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ പോകുന്ന അവരുടെ ഫ്ലെക്സിബിൾ PCB മാനുഫാക്ചറിംഗ് യൂണിറ്റ് 500 കോടി മുതൽ 600 കോടി വരെ നിക്ഷേപമുള്ളത് പെരുമ്പാവൂർ റയോൺസിന്റെ പഴയ ഭൂമി 30 ഏക്കറിൽ അതിന്റെ ലാൻഡ് കൈമാറി കഴിഞ്ഞു, പ്ലാൻ കഴിഞ്ഞു, തറക്കല്ലിടൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് വരികയാണ്. അപ്പോ നല്ല രൂപത്തിലാണ് മാറ്റങ്ങൾ വരുന്നത്. മറ്റന്നാൾ തിരുവനന്തപുരത്ത് പെനറ്റോണി വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് പാർക്കുകളുടെ കമ്പനിയാണ്, അമേരിക്കൻ ബേസ്ഡ്. അവര് എടയാർ ബിനാനി സിംഗിന്റെ 100 ഏക്കർ സ്ഥലം
അതിന്റെ ലാസ്റ്റ് ഡിസ്കഷനായി ബന്ധപ്പെട്ടിട്ടാണ് അന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. അതിന് കുറച്ചു നാൾ മുമ്പ് 70 ഏക്കറിൽ കളമശ്ശേരിയിൽ അദാനി ഗ്രൂപ്പിന്റെ പുതിയ ലോജിസ്റ്റിക് പാർക്ക് ബഹുമാനായ മുഖ്യമന്ത്രി കല്ലിട്ടു. ഇപ്പൊ മിക്കവാറും ആഴ്ചയിൽ ഒരു 2-3 കല്ലിടലും 2-3 ഉദ്ഘാടനമുണ്ട്. കേരളം ആകെ മാറിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇതെല്ലാം. നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുവനന്തപുരത്ത് ആക്സർ എന്ന് പറയുന്ന വലിയൊരു GCC കമ്പനി ഉദ്ഘാടനം ചെയ്യുകയുണ്ട്. അമേരിക്കൻ കമ്പനിയാണ്. ഇനിയിപ്പോ മറ്റന്നാൾ വലിയൊരു ഡിക്ലറേഷൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ തന്നെ ദുബായ് ഹോൾഡിംഗ്സിന്റെ 1 മില്യൺ സ്ക്വയർ ഫീറ്റ് 10 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള പുതിയ GCC അതിന്റെ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഡിക്ലറേഷൻ മറ്റന്നാൾ നടത്താൻ പോവുകയാണ്. അപ്പോൾ പൂർണ്ണമായും വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ നാടായി കേരളം മാറിയിരിക്കുന്നു. വളരെ സന്തോഷകരവും അഭിമാനകരവുമാണത്. നമുക്ക് നമ്മുടെ നാടിനിണങ്ങുന്ന സംരംഭങ്ങൾ, ഇപ്പോൾ ലോജിസ്റ്റിക് പാർക്കാകുമ്പോൾ വേറൊരു പ്രശ്നമില്ല, പൊല്യൂഷനും ഇല്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എയർപോർട്ട് വളരെ അടുത്താണ്, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലുണ്ട്, ഇവിടെ പോർട്ട് അടുത്താണ്. അപ്പോൾ നല്ല രീതിയിലുള്ള സൗകര്യ കണക്ടിവിറ്റി നമുക്ക് ഈ മേഖലയിൽ വരുന്നു. ഹൈവേ വീതി കൂട്ടൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ അതിവേഗതയിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൈമാറാൻ കഴിയും. അപ്പൊ നല്ല നിലയിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി കിട്ടണം. ഇനി മറ്റൊന്നുകൂടി ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. വീടിന്റെ 50% സംരംഭം നടത്താം. ഒഴിഞ്ഞു കിടക്കുന്ന വീടാണെങ്കിൽ 100% ഇൻഡസ്ട്രി ലൈസൻസ് കൊടുക്കും. വൈറ്റ് ഗ്രീൻ പെടുന്ന സംരംഭങ്ങൾക്ക്. അപ്പോ വലിയ ഇൻഡസ്ട്രി വരുമ്പോൾ അതിന് ചുറ്റുവട്ടത്തുമുള്ള സ്ഥലങ്ങളിൽ വീടുകൾക്കകത്ത് ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാം. അപ്പുറത്തും ഇപ്പുറത്തുള്ള 2-3 സ്ത്രീകൾ ചേർന്നാൽ ഒരു യൂണിറ്റായി. എല്ലാ വീട്ടിലേക്കും തൊഴിലെത്തിക്കാൻ കഴിയും. അത് അസാധ്യമല്ല. നമ്മൾ പലയിടങ്ങളിലും പൈലറ്റ് നടത്തിയിട്ടുണ്ട്. നല്ല വിജയമായിട്ട് പോകുന്നു എന്നത് സന്തോഷകരമാണ്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നപ്പോൾ ലോജിസ്റ്റിക് വരുന്നു. അപ്പോൾ ഇവിടുത്തെ കുടുംബശ്രീ എല്ലാവർക്കും സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യാം. ഇപ്പൊ എന്താണോ ലോജിസ്റ്റിക് പാർക്കിൽ ആവശ്യമായ സ്കില്ല്, അത് ഈ പ്രദേശത്തെ സ്ത്രീകൾക്ക് ആ സ്കില്ലിലേക്ക് എത്താൻ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും. അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യും. അപ്പൊ അവർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ കഴിയും. എല്ലാ വീട്ടിലേക്കും ഒരു തൊഴിൽ നമുക്ക് എത്തിക്കാൻ കഴിയും. അതിവേഗത്തിലാണ് നമ്മുടെ നാട് മാറുന്നത്. മറ്റധിക കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരള, ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് to Avigna Group, particularly Sri Rajashekaran and his son and team for taking this decision and invest in the state of Kerala. I hope you can invest further, expanding this logistic activity other parts of the state also. Thank you. ഇതിന് പിന്തുണ നൽകിയ എല്ലാവരും, ഇതിനോടൊപ്പം നിന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഗവൺമെന്റിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you so much. Now, for a very special address, I would like to invite നമ്മളുടെ എല്ലാവരുടെയും ഏറെ പ്രിയങ്കരനായ MP ശ്രീ ബെന്നി ബെഹനാൻ. ബഹുമാനായ വ്യവസായ ഉപമന്ത്രി ശ്രീ രാജീവ്, Sri S. Rajashekaran, Managing Director, Avigna Group. Good evening, everyone. First of all, I want to thank everyone for making time to come up. This is the first thing, even though they have welcome, still I want to just welcome once again. Thank you. Distinguished members of the government, esteemed partners, valued stakeholders, and honored guests. I am Rajashekaran, Managing Director of Avigna Group, and I consider it a great privilege and honor to speak with you today as we celebrate this pivotal moment of the enterprise and for the region of Kerala. Today marks a landmark day in the Avigna's journey as we announce the completion and successful leasing of our logistic park in Cochin. This state-of-the-art facility, spread across 21 acres, park in Cochin, is comprising of 4 warehouses, cumulatively built-up area of about 5,50,000 square feet,
reflects Avigna's unwavering commitment of world-class quality, operational excellence, and regional advancements. From the very outset, the vision of this park was clear: to create a future-ready platform that not only anticipates our evolving requirements of global and domestic enterprises. This development is designed to serve as a catalyst for economical development and is designed to serve as a catalyst for economic growth in Kerala, providing world-class infrastructure that ensures operational efficiency, reliability, and scalability for all our tenants. I'm incredibly proud to share the Cochin Park has already attracted marquee tenants, including Reckitt, DP World, Flyjack Logistics, Entex Transportation, and SF Logistics. Their trust in our parks stands as a testament of Avigna's reputation for quality and our rigorous commitment to customer satisfaction. Their presence here reaffirms Kerala's growing stature as a hub for logistics, supply chain, and industrial development in southern India. This milestone is the result of collaboration and a shared vision. We are deeply grateful to the Government of Kerala, whose forward-thinking policies and encouragement have created an enabling environment for industrial growth. In particular, we would like to express our special gratitude to Honorable Sri P. Rajiv, Honorable Minister of Industries, Law and Fire, Government of Kerala, for his continued support, guidance, and the leadership in facilitating this project. His proactive approach and vision for the Kerala industrial ecosystem have been instrumental in turning this dream into reality. Thank you. Thank you so much once again, sir. Our heartfelt thanks goes to the local authorities, our dedicated teams, clients, partners, and all stakeholders who have been worked alongside at every single stage of this journey. The impact of these projects extends far beyond physical infrastructure. It will generate substantial employment opportunities, stimulate local enterprise, and to create ripple effect of growth and entrepreneurs, service providers, and allied industries in this region. At Avigna, we believe that true success is not measured only by the millions of square feet we deliver, more importantly, by the lives and communities we help uplift. We are proud to say that we have created about 1,300 people direct employment in this park with the help of our esteemed customers, and also about 400 to 450 people of contract employment has also been provided time to time based on supply and demand. Our story of Avigna began in 1974 with a humble textile venture. My father was basically into exports. We started with textile manufacturing. And over decades, through resilience and spirit of innovation, Avigna has evolved into a multi-vertical business house, spanning warehousing, infrastructure, real estate, and education. We are proud to empower about 10,000 livelihoods across logistic parks, which Avigna has built and delivered about 6 million square feet, spanning Tamil Nadu, Karnataka, and now Kerala. Our flagship textile business, Dignity Innovations, has placed Indian craftsmanship on global stage, serving more than 40 leading international brands. Education remains at the heart of our vision for social progress through institutions like Maharishi Vidya Mandir, Nahar Public School, and also Avigna Global School. We enabling 2,500 young minds to learn, grow, and realize their ambitions. As we celebrate the inauguration of this full leasing of Cochin Park, I would like to reaffirm Avigna's dedication of excellence, integrity, and sustainable growth. Today, we look ahead with this confidence and humility to new partnerships, innovative projects, and meaningful impact for Kerala and beyond. In the closing, I extend my deepest gratitude to all those who are present today and to everyone who continues to support Avigna's growth and mission. Your trust drives us forward as we continue to build a legacy, empower communities, and shape a bright future. Thank you all for your presence and your unwavering support. Thank you. Namaste.